സാറേ ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യമായോണ്ടാണ് കേട്ടോ നേരിട്ട് പറയാന്ന് വിചാരിച്ചത്. എന്താ കാര്യം? സ്വാതി അപ്പിയെ കാണാതായതിന്റെ പിന്നില്ലേ വേറെ ആരുമില്ല, ആ ഗൗരിയും വേദയോ. ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? ഗൗരി അപ്പി നീലിനോട് പറയണ ഞാൻ കേട്ടെന്ന്. ആ നാരായൺജിയുടെ പ്രവചനം ശരിയായെന്ന് വിചാരിക്കുമെന്ന് അവള് പറഞ്ഞെന്ന്. ഓ അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കവളെ സംശയിക്കാൻ പറ്റുമോ? അപ്പിയെ കാണാതായ സമയം തൊട്ടുള്ള അവളുടെ നടപ്പും ഭാവവും ആ രീതിയിലായിരുന്നെന്ന് പോലീസുകാര് സംശയം തോന്നി ചോദ്യം ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെന്തൊക്കെയോ കാശും പിടിപാടും ഒക്കെ കൊണ്ട് ഒതുക്കിയതാ. അവൾക്ക് ഇതിനകത്ത് കൈയുണ്ടെന്നുള്ളത് 100 തരവാ. ഇത്തരം കാര്യങ്ങളില് എന്റെ തോന്നലുകളെ ഇതുവരെയ്ക്കും തെറ്റിയ ചരിത്രമില്ല കേട്ടോ സാറേ. അല്ലെങ്കിൽ പിന്നെ ആ അപ്പി അവിടെ പോയി. ഇത് ഇവര് രണ്ടാളും കൂടെ വരുത്തി വെച്ചതാണ് സാറേ. ഓ ഇത് സാർ ഇടപെട്ടാൽ ഇനി എന്തിനെങ്കിലും ഒക്കെ നടക്കുള്ളൂ കേട്ടാ. ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവള് സത്യം പറയും. ചേച്ചിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാൻ ഇടപെടാം. വന്ന് പറഞ്ഞതേ ഞാനാണെന്ന് മാത്രം ആരടുത്തും പറയല്ലേ സാറേ. യോ എന്റെ പണി പോണ ഗ്യാസാണോ? ഇല്ല ചേച്ചി പേടിക്കണ്ട. പിന്നെ സ്വാതി അപ്പിക്കൊന്നും പറ്റരുത്, അത്രേ ഉള്ളൂ. സാറ് വിചാരിച്ച ആ അപ്പിയെ രക്ഷിക്കാൻ പറ്റും. ധൈര്യമായിട്ട് പോകും, വേണ്ട ഞാൻ ചെയ്തോളാം. ഓ ശരി. പോട്ടെ സാറേ. ഞാൻ പറഞ്ഞായിട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കും തോറ്റല്ല മച്ചി. അവളില്ലേ ആ ഗൗരി? എന്താ രാഹുലേ? അവളെ വിളിക്കേ, പറയാനുള്ളതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. കാര്യം എന്താന്ന് പറ രാഹുലേ. സ്വാതിയെ കാണാതായിട്ട് നേരെ എത്രയായി? എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ഇതുവരെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത്രേ. അന്വേഷിച്ചാൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവൾ എവിടെയുണ്ടെന്ന് ഒരാൾക്കേ അറിയൂ, ഗൗരിക്ക്.